ഹായ് കൂട്ടുകാരെ, ഇന്ന് കളർ പെന്നുകൾ കൊണ്ട് ഒരു സൂത്രം കാണിക്കാം. സ്കിപ്പ് ചെയ്ത് പോകാതെ ഫുൾ കാണാൻ ശ്രമിക്കണം. ഇതിനായിട്ട് ഞാൻ 5 കളർ പെന്നുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കളർ എടുത്ത് അതുപോലെ ചെറിയൊരു ത്രികോണം പോലെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കളർ എടുത്ത് അതുപോലൊരു ത്രികോണം പോലെ വരയ്ക്കുന്നു. അത് താഴത്തെ ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ തന്നെ നമ്മൾ വരച്ച് വിട്ട് കൊടുക്കണം. ചെറിയ പെൻസിൽ വെച്ചൊരു വര വരച്ച് കൊടുത്തിട്ട് നിങ്ങൾ അതുപോലെ വരച്ച് വിടുക. കണ്ടോ, ആ ഒരു ലെവലിൽ വരയ്ക്കണം. എല്ലാം ഒരു ത്രികോണം പോലെയാണ് വരയ്ക്കുന്നത്. കണ്ടോ, ത്രികോണം പോലെ വരയ്ക്കുന്നു. ഒരു കളർ വെച്ചിങ്ങനെ മാത്രം, വേറെ ഇതൊന്നും വേണ്ട. കളർ പെന്ന് മാത്രം ഉപയോഗിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു കളർ എടുത്ത് വെച്ച് ഒരു സ്ക്വയർ കണക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടോ. അതിൻ്റെ സ്ക്വയർ കണക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുന്നു. ഫുൾ കാണുക, കണ്ടാൽ മാത്രമേ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോഴും ആരും ഒന്നിനെ വിലയിരുത്തരുത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് എടുക്കുക, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കുന്നു. കണ്ടോ, വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലൊരു ഫാൻസി വര നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഇതുപോലെ ലൈനെ താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് കാലുകൾ ആണ് നമ്മൾ വരയ്ക്കുന്നത്. എങ്ങനെ ഏത് പൊസിഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ഷാഡോ കൊടുക്കുക. ആ ഷാഡോ കൊടുക്കുമ്പോഴത്തേക്ക് അത് ആ ഒരു ഒറിജിനാലിറ്റി കണ്ടെത്താൻ ഒക്കെ പറ്റുമെന്നുള്ളതാണ്. കുറേ പെൺകുട്ടികൾ നിരന്ന് ഇങ്ങനെ നടന്ന് പോകുന്നതായിട്ടാണ്, 5 പെൺകുട്ടികൾ നടന്നിങ്ങനെ പോകുന്നതായിട്ടാണ്. അവരുടെ കൈകൾ വരച്ചെടുക്കുക. കൈ പൊസിഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഓരോന്ന് കാണിക്കുന്നതും ഓരോന്ന് പറയുന്നതും അങ്ങനെ ആ രീതിയിലുള്ള ആ ഒരു ആംഗ്യഭാഷയിലുള്ള കൈയാണ് നമ്മൾ അവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, എങ്ങനെയാണെന്ന് നോക്കുക. അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കണ്ടോ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന മനോഹരമായിട്ടുള്ളൊരു വരയാണിത്. അതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഇതുവരെ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.